എനിക്ക് ആക്ച്വലി ഐഡിയ ഉണ്ടായിരുന്നില്ല എന്താണ് IELTS എക്സാം അല്ലെങ്കിൽ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഓറിയന്റേഷൻ ടൈമിലൊക്കെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. സിമ്പിളാണ്, ക്രാക്ക് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരു സംഭവം കിട്ടി. മെറ്റീരിയൽസ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അല്ലെ ഓരോ പാറ്റേണിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം അങ്ങനെ നമുക്കൊരു ഐഡിയ കിട്ടാൻ തുടങ്ങി. അന്നേരം അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പോസിറ്റിവിറ്റി ആയിരുന്നു ക്ലാസ് റൂം ആണെങ്കിലും മൊത്തത്തിൽ. ഞാൻ ഇതുവരെയുള്ള ഒരു മോക്കും അങ്ങനെ മിസ്സാക്കിയിട്ടില്ല. മാക്സിമം മോക്കെല്ലാം അറ്റൻഡ് ചെയ്യാൻ നോക്കുമായിരുന്നു. കാരണം അതുകൊണ്ട് എനിക്ക് ആ എക്സാമിന് പോയപ്പോൾ ടൈം മാനേജ്മെൻറ്റ് ഒരു ഭയങ്കര ഫാക്ടറായിട്ട് തോന്നി. ഡെയിലി ഇപ്പം നമ്മളെല്ലാ സാറ്റർഡേയ്സും മോക്ക് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഫാക്കൽറ്റീസിനെ കുറിച്ച് നമ്മുടെ കൂടെ തന്നെ നിന്നിട്ട് നമുക്ക് ട്രെയിനിങ് തരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഒരു മെറ്റീരിയൽ വന്ന് നിങ്ങളത് ചെയ്യുന്നു പറഞ്ഞ് പോവാണ്ട് അവരുടെ കൂടെ തന്നെ നമുക്കുള്ള ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തരുമോ, എക്സ്ട്രാ നമ്മളെ കൊണ്ട് കുറച്ചുകൂടി എഫേർട്ട് ഇടാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ലൈക്ക് അവരതിന് വേണ്ടിയിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ലൈക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയത്. അതിന് ഇവിടുന്ന് കിട്ടിയ സപ്പോർട്ട് ഒരു വലിയ ഫാക്ടറായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ടതും പ്ലസ് അതിനേക്കാൾ കൂടുതലും ഇവിടുന്നുള്ള ടീച്ചേഴ്സിൻ്റെ ആണെങ്കിലും ബാക്കിയുള്ള സ്റ്റാഫിൻ്റെ ഒക്കെ ആണെങ്കിലും സപ്പോർട്ട് ഭയങ്കര ഒരു ഫാക്ടറായിരുന്നു. അപ്പം താങ്ക് യു സോ മച്ച്.